നമ്മളിപ്പോ ഗേറ്റ് മോൾ. ഇവിടെ എന്തിനാ വന്നേക്കുന്നത്? ഇവിടെ നമ്മള് മ്യൂസിയം ഓഫ് ഇല്യൂഷൻ. ഓക്കെ. ഗേറ്റ് മോൾ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് വെസ്റ്റ് ബേയിലാണ്, ദോഹയിൽ. ഇവിടെ കൂടുതലും പ്രീമിയം ബ്രാൻഡ്സും ലക്ഷറി ഷോപ്പിങ്ങിനൊക്കെ ആയിട്ടാണ് ആൾക്കാർ വരുന്നത്. ഈ ഒരു ഏരിയ ഉണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതൊരു വർക്ക് സ്പേസ് പോലെ ഒരു കൊടുത്തേക്കാണ്. നമുക്കൊരു കോഫിയൊക്കെ കുടിച്ച് ഇവിടെ വോക്കൊക്കെ ചെയ്യാം. നല്ല പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട് നല്ല ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. 5500 രൂപ ഫ്രാൻസിന്ന് കൊണ്ടുവന്ന. 5500 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ എത്ര രൂപയാണ് വെച്ച്? ഞാനാണെങ്കിൽ വില വെച്ചാൽ നിൽക്കുമായിരുന്നു ഒരു 60 രൂപയ്ക്ക്. അടിച്ചാല് കാണാൻ നല്ല രസമാണ്. 60 കാണാനായിട്ട് നോക്കും. നല്ല സാധനം. ഐസ് നിനക്ക് ഞാൻ ഉണ്ടാക്കി തരാം ബലൂൺ. നിങ്ങൾക്കിങ്ങനെ പീസ്ഫുള്ളായിട്ട് റഷൊന്നും ഇല്ലാത്ത മോൾസൊക്കെ നോക്കി നടക്കുകയാണെങ്കിൽ ഇതൊന്ന് പെർഫെക്റ്റ് ഒരു ഓപ്ഷനാണ്. പിന്നെ ഇവിടേക്ക് നിങ്ങൾക്ക് മെട്രോയിലും വരാം. മെട്രോയിൽ വരികയാണെങ്കിൽ DCC മെട്രോ സ്റ്റേഷനിൽ, അതായത് റെഡ് ലൈനിലാണ് വരുന്നത്. അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വരാവേ. ഈ മോളിൽ ആൾക്കാർ ഭയങ്കര കുറവായിരുന്നു കേട്ടോ. ഭയങ്കര പീസ്ഫുൾ ആൻഡ് ക്വൈറ്റ് ആയിരുന്നു എല്ലാ സ്ഥലങ്ങളും. ആകെ ഫുഡ് കോർട്ടിൽ മാത്രമേ കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളൂ. ഇങ്ങനെ എല്ലാം ഒഴിഞ്ഞു കിടക്കായിരുന്നു. ഞാൻ ഐസക്കിൻ്റെ റീബാൻ മെറ്റാ ഗ്ലാസ്സിലാണ് ഇതെല്ലാം റെക്കോർഡ് ചെയ്യുന്നത്. അതാകുമ്പോൾ പിന്നെ നമ്മൾ ഫോൺ ഇങ്ങനെ പൊക്കി പിടിച്ച് നടക്കണ്ടല്ലോ. പക്ഷെ ഇതിൻ്റെ മുഖത്തിന് കുറച്ച് വലുതായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ആൾക്കാർ എന്നെ നോക്കുന്നുണ്ടായിരുന്നില്ല. ഐസക്കിന് അത് കറക്റ്റാണ്. ഞങ്ങളിവിടെ വന്നതേ മ്യൂസിയം ഓഫ് ഇല്യൂഷൻസിൽ കയറാനായിട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെയൊക്കെ കണ്ട ശേഷം ഞങ്ങൾ ഇനിയിപ്പോൾ കയറാൻ പോവാണ് അതിൻ്റെ അകത്തേക്ക്. ഇത് ഫസ്റ്റ് ഫ്ലോറിലായിട്ടാണ് വരുന്നത്. സൺഡേ ടു വെനസ്ഡേ 10 AM to 10 PM വരെയും തേഴ്സ്ഡേ ടു സാറ്റർഡേ 10 AM to 11 PM വരെയാണ് ടൈമിംഗ് വരുന്നത്. ഒരു 1 hour ഫുൾ ഇതിൻ്റെ അകത്ത് സ്പെൻഡ് ചെയ്യാനുള്ളുണ്ട്. ചെറുതായ ഐസു ഒന്ന് അങ്ങോട്ടാണ്. വലുതായതല്ല, ഇത് യഥാർത്ഥ സൈസായതാ. നമ്മൾ എൻജോയ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഒരു സെയിം റൂമിലാണ് ഇതൊക്കെ നടക്കുന്നത്. ഈ കണ്ണുണ്ടോ, ഇത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതനുസരിച്ച് നമ്മുടെ ഒപ്പം ഈ കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നില്ല നമുക്ക് തോന്നും കേട്ടോ. കുറെ നേരം നോക്കി നിന്നിട്ട് എൻ്റെ ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ നമ്മൾ നീങ്ങി കഴിഞ്ഞാൽ ഇവര് നമ്മളെ നോക്കുന്ന പോലെ നോക്കും. കുറെ നേരം നോക്കി കഴിഞ്ഞിട്ട് ചെറുതായിട്ട് ഈ വോളിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന എല്ലാ സംഭവങ്ങളും ഇല്യൂഷൻസ് ആണ് കേട്ടോ. ഇതിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ശരിക്കും അത് ഫീൽ ചെയ്യുന്നുണ്ട്. അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണേ. അപ്പോൾ ഈ ഭാഗത്തൂടെ ഐസക്കും വരും കണ്ടോ, ആ ഭാഗത്തിന് കൂടി ഞാനും വരും. ഫോട്ടോ ഞാൻ കൊടുത്തേക്കാവേ. എത്ര കുഞ്ഞേണ്ടി വന്നറിയോ സോനയുടെ ഹൈറ്റ് കിട്ടാൻ വേണ്ടി. തരാട്ടോ. Stare at this for a few seconds. Do the circles appear to move? This is the motion of illusion. The circles look like they are moving, but they are stationary the whole time. കണ്ട മൂവി എന്ന് തോന്നുന്നുണ്ടോ? ശരിക്കും മൂവിയാണല്ലേ. കണ്ട ഇത് വെച്ച് നമുക്ക് ഇങ്ങനെ ഫോട്ടോസ് ഒക്കെ നമുക്ക് വാട്സപ്പിൽ ഇടയ്ക്ക് വരില്ലേ മൂവിങ്. നീ ഇത് നോക്ക്, ഇതാണ് ഇവിടുത്തെ മെയിൻ സാധനം, ഹൈലൈറ്റ്. ഓക്കെ ഇത് ഞാൻ ചെയ്തിട്ടുണ്ട് ആക്ച്വലി. ആണോ? ഇതിന്റെ കളർ കണ്ടോ? ഈ കളറ്, ഇതിന്റെ കളർ കണ്ടോ? ഡിഫറെന്റ് കളേഴ്സ് അല്ലേ? ഇനി നമ്മള് ഇതിനെ ഇങ്ങനെ കൊണ്ടുവരും. ഇത് കണ്ടോ, ഇപ്പം മുകളിലും താഴെ സെയിം കളറായില്ലേ. ഇതെങ്ങനെയാന്ന് വെച്ചാൽ ഒരു ആരോയിൽ ഇങ്ങനെ നോക്കണം. നോക്കിക്കഴിഞ്ഞിട്ട് കുറേ നേരം നോക്കി കഴിഞ്ഞാൽ അടുത്ത ആരോയിൽ നോക്കണം. എന്നിട്ട് 2 ആരോയിൽ മാറി മാറി നോക്കുമ്പോഴത്തേക്കും ആ ഒരു മൂവ്മെന്റ് കാണുമെന്നാണ് പറയുന്നത്. ശരിയാണ് കേട്ടോ. ഇത് കണ്ടോ? Try staring at the black dot for at least 30 seconds. The grey area will seem to shrink and disappear. ശരിയാ. നിനക്ക് തോന്നിയാ? ട്രിക്കി സ്റ്റിക്ക് ചെയ്യുവാണേ. ഇതൊരു സ്ട്രെയിറ്റ് കോലാട്ടോ.
ഇത് കണ്ടോ, ഇത് വളഞ്ഞിട്ടുള്ളൊരു ഇതാ, കാണാൻ പറ്റുന്നുണ്ടോ? വളഞ്ഞതിന്റെ അകത്തൂടെ ഇങ്ങനെ ചെരിവ്. ഓ, ഇതിലൊരു മോഹം കാണാം, പക്ഷെ അത് അടുത്ത് നോക്കിയാൽ കാണില്ല, ദൂരം നോക്കിയാൽ കാണാം. എന്താ വെച്ചത്? ഇത് ഒറ്റ പീസായത് സത്യം പറഞ്ഞ. പക്ഷെ ഇത് കണ്ടിട്ട് ഒരു 3 പീസായിട്ട് തോന്നുന്നല്ലേ നിനക്ക്? അന്ന് ഇത് ഒറ്റ പീസ്. എന്താ ഇത് ഒറ്റ പീസാണ്. ഇപ്പൊ നടുക്കം നോക്കിയേ, നടുക്കൊരു ബോൾ അതിൽ നിന്ന് കറങ്ങുന്ന പോലെ അല്ലേ? കൊള്ളാം. കിളി പോയി പിള്ളേർ. ഇതിൽ കുറേ നേരം നോക്കി നിന്നിട്ട് 30 സെക്കൻഡ് നോക്കിയിട്ട് കയ്യിലേക്ക് നോക്കുമ്പോഴേ ലൈൻസ് കാണാം കേട്ടോ, മൂവ് ചെയ്യുന്നത്. വീടായിട്ടില്ല ഇത് നമുക്ക്. ഓ, മൂവ് ചെയ്യാനനുസരിച്ച് അത് മാറുന്നുണ്ടല്ലേ? മൂവുന്നതനുസരിച്ച്. അമ്മ ഇത് കൊള്ളാല. അതെങ്ങനെയത്? ഇത് വയസ്സ് കിളി പോയി നടക്കണം. ഓ, ഇത് 3D ആണ്. പണിത് വെച്ചിങ്ങനെ ഇതിൽ കാണുന്നത് നമുക്കൊരു ഫേസും കാണാൻ പറ്റുന്നുണ്ട്, ഒരു വേസും കാണാൻ പറ്റുന്നുണ്ട്. രണ്ടത് കുറേ നേരം നോക്കുമ്പോഴത്തേക്കും ചിലത് നമുക്ക് പോയിന്റഡ് ആയിട്ടും ചിലത് നമുക്ക് സർക്കുലർ മീൻസ് കേർവ്ഡ് ആയിട്ടും തോന്നും. ഏത് ഷേപ്പാ വലുത്? ഇതിൽ ഏത് ഷേപ്പാ വലുത് എന്ന് ആദ്യം പറ. ഇത് താഴെയുള്ളത്. ഓക്കെ, താഴെയുള്ളതാണ്. പക്ഷെ അത് രണ്ടും സെയിം സൈസ് ആണെന്ന് ഞാൻ പറഞ്ഞാലോ? വിശ്വസിക്കാൻ പാടാ. എന്നാ നോക്ക് അത് വെച്ച്. ഓക്കെ, ആ ഓക്കെ. ആ, ഇത് നമ്മുടെ നീണ്ട ബോക്സിലാണ് ഇത് സെറ്റ് ആവുന്നുണ്ട്. പരന്ന ബോക്സ് ഇരിക്കുന്നുണ്ട്, അത് കറക്റ്റ് സെറ്റ് ആവും. രണ്ടിലും ഡിഫറെന്റ് ലെങ്ത് അല്ലേ? പക്ഷെ ആക്ച്വലി ഇത് രണ്ടും സെയിം ലെങ്ത് ആണ്. നമുക്ക് ഇത് if you want to exceed your expectations you should definitely think outside the box. Actually ഇതില്ല. പക്ഷെ കാണുമ്പോ ഹോളോ ബൾബിലേക്ക് നോക്കി 30 സെക്കൻഡ് കഴിഞ്ഞ് ഇങ്ങോട്ട് വെക്കുമ്പോൾ ഈ ബൾബ് കത്ത് നിൽക്കുന്ന കാണാൻ പറ്റും നമുക്ക്. എന്തെന്നാ സ്ക്വയർ അല്ലേ? ഞാൻ അപ്പുറത്തേക്ക് നോക്കിക്കേ. ട്രയാങ്കിളായി മാറി. ഇത് ഇല്ലൂഷനാണ്. ഓക്കെ പോലെ തോന്നുന്നു നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ. ഇൻഫിനിറ്റി മിററാണ് ഇത്. അടിപൊളി. ഒക്കത്തേക്ക് ഇങ്ങനെയല്ല തിരിച്ച് ഇങ്ങനെ. ഓക്കെ ശരിക്കും ഒരു പലകയും ഒരു ഇതുമാണ്. അതിൽ നിന്ന് ഇല്യൂഷൻ ക്രിയേറ്റ് ആവും. അതായത് ഇത് ഒരു കസേരയിൽ ഇരിക്കുന്ന പോലെ ഉണ്ടോ? സംഭവത്തിൽ ഞാനിരുന്നു. ഈ സംഭവത്തിൽ ഇവിടെ ഐസൊക്കെ നിന്നിട്ടാണ് ആ ഒരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്തത്. ഇതെന്താ സംഭവം? ഐൻസ്റ്റീൻ്റെ ഒന്നുമില്ല, നമ്മൾ സെയിം തന്നെ ഇതിൽ വച്ചിരിക്കുന്ന സെയിം തന്നെയാണ്. പക്ഷെ നമുക്ക് പല ആംഗിളിൽ നോക്കുമ്പോൾ പല രീതിയിൽ കാണാൻ പറ്റുന്നു. ശരിയാ. ഇതുണ്ടോ? അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുമ്പോൾ റെക്റ്റാങ്കിളും സ്ക്വയറും ആവും. അയ്യോ ഐസ് കറങ്ങുന്നുണ്ടോടാ? ഇത് കറങ്ങണ പോലെ അല്ലേ? ശരിക്കും കറങ്ങണുണ്ടോ അത്? ഐസ് ഇഷ്ടപ്പെട്ടോ? അത് മതിയെ. ഞാൻ എന്തായാലും ചാടാൻ പോണേ. ഞാൻ ചാടും.
നോക്കിക്കേ, ഇത് ശരിക്കും ഇത്ര ഹൈറ്റ് ഇല്ല ഇതിന്, പക്ഷെ ഇങ്ങനെ നമുക്ക് തോന്നും. കണ്ടോ ഐസ? ഇത് നോക്കിയേ ഐസ. പ്രത്യേകത എന്താണെന്നോ, എന്നെ എങ്ങനെയാണോ ആൾക്കാർ കാണുന്നത് അതുപോലെയാണ് ഈ മിററിൽ. ശരിക്കുള്ള മിററിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവുന്നു. ഞാനും എൻ്റെ ആളും 40 പേരും കണ്ട് ഈ ഗ്യാങ്ങാണ് ഞാൻ മിസ് ചെയ്യണത്. എന്താ ഞാൻ മാത്രല്ലേ ഉള്ളു. ഓ അത് അടിപൊളിയേ. അതെന്താ പറയാ, ഒരു ഫേസ് സൈഡിലേക്കാ, പക്ഷെ സൈഡ് ഐസ് ആയിട്ട് നമുക്ക് തോന്നും. ഒരു ഫേസ് ഫ്രണ്ടിലേക്കാ, പക്ഷെ ഫ്രണ്ട് ഐസ് ആയിട്ട് നമുക്ക് തോന്നും. നല്ല ചുണ്ടെല്ലാം. ഇത് നോക്കിയോ, ഇത് മനസ്സിലാവില്ല വീഡിയോ എടുത്തോ. എന്താ മനസ്സിലാവാത്ത? ഒരു സാധനം ഉണ്ടായിരുന്നു, എനിക്ക് മനസ്സിലായിരുന്നല്ലോ. പക്ഷെ അത് ഇങ്ങോട്ട് മാറുമ്പോ ഇവിടെ സാധനം ഉണ്ടായിരുന്നു. വേഗം സ്പീഡിൽ ഗ്രീൻ, റെഡ്, ബ്ലൂ, ബ്ലാക്ക്, ബ്ലൂ, യെല്ലോ, റെഡ്, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, റെഡ്, ബ്ലാക്ക്, ഗ്രീൻ, ബ്ലൂ, ബ്ലാക്ക്, ഗ്രീൻ, റെഡ്, ബ്ലൂ. ഒരു മണിക്കൂറായിട്ട് തന്ത്രമായിട്ട് ആ ഷേപ്പ് ഉണ്ടാക്കാന്നില്ല. പിള്ളേരൊക്കെ വന്ന് ചെയ്ത് കളി കഴിച്ചു പോയി. ഇപ്പോഴൊരിക്കണ്ടേ ഒരിടക്കുമ്പോ തീരുവോ? എങ്ങനെയാടാ? അതന്നെ കളി കഴിയുമ്പോ മിക്കവാറും 3-4 പീസ് എക്സ്ട്രാ വരും കേട്ടാ. എങ്ങനെ കേട്ടാ. ഭയങ്കര ഡിഫിക്കൽട്ടായി ചെയ്യണമല്ലേ ഏട്ടൻ. പറക്കാൻ പറ്റല്ല, എന്നിട്ട് അത് ഗെയിം കളിച്ചേക്കണേ. നല്ല ഹെവിയാണത്. ഞാൻ ബദലൊക്കെ സൂപ്പർ. ഭയങ്കര ഡിഫിക്കൽട്ടായി ചിന്തിച്ച് ചെയ്ത കാര്യം കേട്ടോ. ആദ്യം കാണിച്ച കളി തോറ്റെന്തായാലും. കുറച്ച് അടുത്ത് വരിക്കും. അടുത്തരം പോരെ ഇവരുടെ ഇതിങ്ങനെ എടുത്ത് വെക്കണം. എന്താന്ന് പോലും അറിയില്ല, വെറുതെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മക്കളെട്ടാ നശിപ്പിച്ച്. അത് എടുക്കണേ തെറ്റില്ലല്ലോ. പക്ഷെ ഇത് കൊള്ളാട്ടോ, ഭയങ്കര മൈൻഡ് റിലാക്സ് ചെയ്യല്ലേ. ഈ സാധനമാണ് സോന 3G ആണ് വിട്ടാണ്. എന്തായത് എഗ് ഫസ്റ്റോ? ഓ ഇതൊക്കെ നല്ല പാടായിരിക്കും അല്ലേ ചെയ്യാൻ? അത്യാവശ്യം ഉണ്ട്. നിനക്ക് എന്റെ വിചാരം നൈസ് ന്യൂട്രാണ്. അപ്പൊ ബൈ പറഞ്ഞ ഐസ്. ബൈ ടു ഇല്യൂഷൻ. ഇഷ്ടപ്പെട്ട ഐസു? ഇഷ്ടപ്പെട്ടിരിക്കുന്നു. തലക്ക് എന്തോ പോലായി, ഓൾറെഡി തലക്കൊരു കറക്കമുണ്ട് ഒരാൾക്ക്. എന്താ? അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോവാണേ. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.